إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم محمد رسول الله والذين معه وشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ദുനിയാവിലെ ജീവിതം സന്തോഷത്തോടെ വിട പറഞ്ഞു പോകുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ, സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും റഹ്മാനും റഹീമുമായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
പരിശുദ്ധ ദീനിൽ ഒരുപാട് സ്ഥാനങ്ങളും മഹത്വങ്ങളും ഉള്ളവരാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ സ്വഹാബ കിറാം, സ്വഹാബികളിൽ തന്നെ ഉന്നതരായ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളുണ്ട്. ആദ്യം ഇസ്ലാമിലേക്ക് വന്നവരൊക്കെ ആ കൂട്ടത്തിലാണ് പെടുക. ഈ സ്വഹാബത്തിനെ കുറിച്ച് അറിയുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ എന്നാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികളല്ലാതെ സ്വർഗത്തിലേക്ക് പോകില്ല എന്നാണ്. അപ്പൊ നമ്മുടെ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ സ്വഹാബത്തിനെ മനസ്സിലാക്കണം. അവരുടെ അദാലത്ത്, അവരുടെ ദറജ, അവരുടെ ഫളായിലുകൾ, ഇതൊക്കെ അറിയൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. ആരാണ് അവർ എന്ന് ചോദിച്ചാൽ ഒരു 1.5 വരിയിൽ ഞാൻ അതിനെ ഒതുക്കിയാൽ, മഹാനായ നമ്മുടെ നേതാവ് മക്കയിലേക്ക് പ്രവാചകത്വം എന്ന് പറയുന്ന അതിഭാരിച്ച ഉത്തരവാദിത്വവുമായി കടന്നു വന്നപ്പോൾ മുൻ പ്രവാചകന്മാർക്കുണ്ടായ അല്ലെങ്കിൽ അതിനേക്കാൾ അധികം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നു നമ്മുടെ നേതാവിന്. ശക്തമായ എതിർപ്പുകളും തീക്ഷ്ണമായ ശത്രുതയും കൊണ്ട് വീർപ്പുമുട്ടിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കവചമായി അവിടുത്തെ ജീവിതത്തിൽ സുരക്ഷയായി നിലകൊണ്ട സത്യസന്ധമായ സ്നേഹവും ആത്മാർത്ഥമായ പിന്തുണയും നൽകിക്കൊണ്ട് ഒരു ചെറു സംഘം പ്രവാചകന്റെ കൂടെ നിലകൊണ്ടു. അവരാണ് സ്വഹാബികൾ. നമ്മളൊക്കെ മണ്ണൊരുങ്ങിയിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. 5 നേരം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാൻ, തൻ്റെ വാഹനമെടുത്ത് പള്ളിയിലേക്ക് വരാൻ നമുക്കാരെയും പേടിക്കേണ്ടതില്ല. ഞാനൊരു മുസ്ലിമാണ് എന്ന് നമ്മുടെ ഓരിമുക്ക് ടൗണിലും പടന്തയിലും പരിസരങ്ങളിലുമൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ നമുക്ക് പേടിയില്ല. നമ്മുടെ ആദർശം സമാധാനപരമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നവരാണ്. പക്ഷേ മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ അറുകൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുള്ള കാലഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ കട്ടക്ക് പിടിച്ചു നിന്ന ഈമാനിന്റെ നിറകുടങ്ങളാണ് സ്വഹാബാക്യർ. ഈ മിമ്പറിൽ നിന്ന് അവരുടെ അദാലത്തും അവരുടെ ദറജയും അവരുടെ പദവിയും ഞാൻ എത്രയെത്ര ശബ്ദത്തിൽ ഉദ്ഘോഷിച്ചാലും തീരുന്നതല്ല. അത്രത്തോളം വലിയ മഹത്തുക്കളാണ് സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്നുള്ളതിൽ സംശയമില്ല. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതൻ റഹിമഹുല്ലാഹ്, ആരാകണം സ്വഹാബിയാകണമെങ്കിൽ എന്താണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ? അദ്ദേഹം പറയുന്നുണ്ട്, അന്ന സ്വഹാബിയ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി, ഹബീബായ മുത്തുനബിയെ വിശ്വാസിയായി കൊണ്ട് നേരിൽ കണ്ടവരാണവർ. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ സ്വഹാബികളല്ല. എന്തേ കാരണം? നമ്മൾ നബിയെ കണ്ടില്ല. വിശ്വാസിയായാൽ മാത്രം പോരാ, ഹബീബായ മുത്തു നേതാവിനെ നേരിട്ട് കാണണം, അവരാകുന്നു സ്വഹാബികൾ. അങ്ങനെ ആയാൽ മാത്രം പോരാ, വമാത അലൽ ഇസ്ലാം, നബിയെ കണ്ട് വിശ്വാസിയായി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, ആ വിശ്വാസത്തോടെ തന്നെ മരണപ്പെടാനും ഭാഗ്യം കിട്ടിയ ആൾക്ക് പറയുന്ന പേരാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതുല്യമായ ചരിത്രം, അതാണ് സ്വഹാബത്തിന്റെ ചരിത്രം. ബോധ്യപ്പെട്ട സത്യത്തിൻ്റെ കൂടെ എന്തു വില കൊടുത്താലും, മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, സ്വന്തം ശരീരമാണ് നൽകേണ്ടി വരുന്നതെങ്കിൽ പോലും അത് ഇസ്ലാമിന് വേണ്ടി നൽകി അതിൽ ഉറച്ചു നിൽക്കാനുള്ള ആദർശമായ കരുത്താണ് സ്വഹാബത്തിനെ വ്യത്യസ്തരാക്കിയത്. അതുകൊണ്ട് ഇന്നത്തെ ഖുതുബ ഓരോ വിശ്വാസികളും മനസ്സ് തുറന്ന് കാതു തുറന്ന് ഒരു സെക്കൻഡ് പോലും ശ്രദ്ധ കളയാതെ കേൾക്കണം എന്നുള്ളതായിരുന്നു ഞാൻ ഈ വിഷയത്തെ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ചെയ്തപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായ അതിയായ ആഗ്രഹം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശിഷ്യ ആദ്യ കാലഘട്ടത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബികളുടെ പ്രത്യേകത അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാടാണ്. തിളക്കം കൂടിയവരാണവർ. മുൻകാല വേദഗ്രന്ഥങ്ങളാണല്ലോ തൗറാത്തും ഇഞ്ചീലും ഒക്കെ. ആ തൗറാത്തിലും ഇഞ്ചീലിലും വരെ ഈ സ്വഹാബത്ത് ഉമ്മയുടെ ഗർഭങ്ങളിൽ പിറക്കുന്നതിൻ്റെ മുന്നേ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്,
സ്വഹാബത്ത് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിൻ്റെ മുന്നേ ഇവരെക്കുറിച്ച് മുൻ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു പറഞ്ഞു വെച്ചു. സ്വഹാബത്ത് ഒരിക്കലും തൗറാത്തിൽ വിശ്വസിച്ച ആളുകളല്ല, അന്നുണ്ടായിരുന്ന ആളുകളിൽ. തൗറാത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മുൻ വേദഗ്രന്ഥങ്ങളിൽ മുഅ്മിനീങ്ങൾ വിശ്വസിക്കണം, അതല്ല. തൗറാത്ത് ഇറങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ അഭിമുഖീകരിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ല, അവരൊന്നും ജനിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ തൗറാത്തിലും ഇഞ്ചീലിലും സ്വഹാബികളെ കുറിച്ച് പറഞ്ഞു. അതെങ്ങനെയാ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. അങ്ങനെയാണ് ആയത്ത് തുടങ്ങണന്നെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഓതിയതാണ്. സൂറത്തുൽ ഫതഹിലാണ് ഈ ആയത്ത്, അവസാനത്തെ ആയത്ത്, 28ാമത്തെ ആയത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ഈ ദൂതനായ മുഹമ്മദ് നബിയുടെ കൂടെയുള്ളവരെ കുറിച്ചാണ് ബാക്കി പറയുന്നത്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. ഹബീബായ പ്രവാചകന്റെ കൂടെയുള്ള സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? അശിദ്ദാഉ അലൽ കുഫാർ. നിഷേധം നെഞ്ചിൽ പേറി നടക്കുന്നവരോട് കഠിനമായ വിരോധം വെച്ചു പുലർത്തും. ആദർശപരമായ വിരോധം, വ്യക്തിവിരോധമല്ല. നിഷേധികൾ ആരാണോ അവരോട് ഒരു ബന്ധവും സ്ഥാപിക്കുകയില്ല ആദർശപരമായിട്ട്. മാത്രമല്ല അവരുടെ കൂടെയുള്ളവരോടോ, കൂടെ അണിചേർന്നവരോടോ, റുഹമാഉ ബൈനഹും, അവരുടെ കൂടെയുള്ളവരോട് പരസ്പരം കാരുണ്യത്തിൽ വർത്തിക്കുന്നവരുമാകുന്നു. ആദർശവിരോധികളോട് ശക്തമായ വിയോജിപ്പും കൂടെയുള്ളവരോട് അതിശക്തമായ കരുണയും വെച്ചു പുലർത്തുന്നവരാകുന്നു അവർ. തറാഹും റുക്കൻ സുജ്ജദൻ യബ്തഊന ഫളലൻ മിനല്ലാഹി വറിളവാന. അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് റുകൂഇലും സുജൂദിലുമായി വീഴുന്നവരാണവർ. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവർ റുകൂയിലും സുജൂദിലൊക്കെ ഇങ്ങനെ കിടന്നിട്ടേ, സുജൂദിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നെറ്റിത്തടങ്ങളിൽ അതിൻ്റെ അടയാളങ്ങൾ കാണുമല്ലോ, അത് വ്യക്തമായി കാണുന്നവരായിരുന്നു അവരുടെ മുഖങ്ങൾ എന്നാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ദാലിക മസലുഹും ഫി തൗറാത്ത്. നേരത്തെ പറഞ്ഞത് ഇഞ്ചീലിലെ ചില വിശേഷങ്ങളാണ്. ഇനി തൗറാത്തിൽ അവരെ കുറിച്ച് പറയണം. എന്താ അറിയോ? എന്താ പറയണ? കസറഇൻ അഖ്റജ ശതാ ഫആസറഹു ഫസ്തഅലല ഫസ്തവ അലാ സൂഖി യുഅജിബു الزراع ലിയഗീല ബിഹിമുൽ കുഫാർ. ഒരു വിള, അതായത് മുളച്ചു പൊന്തുന്ന ഒരു വിള. ആ വിള, അതിൻ്റെ കൂമ്പ്, മുളച്ചു വന്ന കൂമ്പ് അത് പുറത്തു കാണിച്ചു. സഹാബികളെ കുറിച്ച് പറയാണ് മുൻവേദങ്ങളിൽ. ആ പുറത്ത് കാണിച്ച വിളയുടെ പ്രത്യേകത ഫആസറ, ആ വിള അതിനെ പുഷ്ടിപ്പെടുത്തിയെടുത്തു. അതിൻ്റെ യഥാർത്ഥ ഒരു മരമായി അതിനെ പുഷ്ടിപ്പെടുത്തിയെടുത്തു. ഫസ്തഅലല, എന്നിട്ടൊരു മരത്തിന്റെ യഥാർത്ഥ കരുത്തെന്താണോ ആ കരുത്താർജിച്ച് ആ മരം വളർന്നു വന്നു. ഫസ്തവ അലാ സൂഖിഹി യുഅജിബു الزراع, അത് മണ്ണിൽ വിതറിയ കൃഷിക്കാരനെ അത്ഭുതപ്പെടുത്തുമാറ് അതിന്റെ കാണ്ഡത്തിന്റെ മേൽ അതിങ്ങനെ നിവർന്നു നിന്നു. ലിയഗീല ബിഹിമുൽ കുഫാർ, സത്യവിശ്വാസികളെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രം, അസൂയപ്പെടുത്താൻ മാത്രമുള്ള കരുത്തോടുകൂടി ആ മരം ഇങ്ങനെ എണീറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വഹാബികളാകുന്ന വിളകൾ പൊട്ടിമുളച്ചു, അതിങ്ങനെ വിശാലമായ മരമായി നിലനിന്നു. ഏത് കൊടുങ്കാറ്റിലും വേര് തകർന്ന് വീഴാത്ത രൂപത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ ശക്തമായി ഉറച്ചു നിന്നു. ആരെ അസൂയപ്പെടുത്തുമാറ്? അവിടെയുണ്ടായിരുന്ന സത്യനിഷേധികളെ അസൂയപ്പെടുത്തുമാറ്. ഉദാഹരണമാരാണ്? മഹാനായ സ്വഹാബിവരൻ ഹുബൈബ് റളിയല്ലാഹു അൻഹു. തൻഈം മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ടാ കൊന്നത്. മക്കത്തുള്ള മലയാണ് തൻഈം, ഇന്നത്തെ ആയിഷ പള്ളി നിലനിൽക്കുന്ന സ്ഥലം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും ചില ആൾക്കാർക്ക്. ഉംറക്കൊക്കെ പോയ ആൾക്കാർ ഇടക്കിടക്ക് പോയി ആയിഷ പള്ളി പോയിട്ട് ഇങ്ങനെ ഇഹ്റാമിൽ കയറുന്നതാണ്. അത് തെറ്റാ, അങ്ങനെ തന്നെ അല്ല, അത് വേറെ വിഷയം. ആ തൻഈം എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിരുന്ന മലമുകളിൽ കൊണ്ടുപോയി ഹുബൈബിനെ ശത്രുക്കൾ കൊന്നത് ബദറിൽ സജീവമായി പോരാടിയത് കൊണ്ടാണ്. ബദർ യുദ്ധത്തിൽ അതിശക്തമായി പോരാടിയോണ്ട് അസൂയ പൂണ്ടിട്ട് ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി തൻഈം മലന്റെ മേലെ ഒരു കഴുമരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കയറ്റി അദ്ദേഹത്തെ കൊല്ലുകയാണ്. ശരീരത്തു നിന്ന് മാംസപിണ്ഡം അരിഞ്ഞെടുക്കുന്നുണ്ട്. അബൂ സുഫിയാൻ വേഗം അവിശ്വസിച്ചു എന്ന് മുഹമ്മദിൽ പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാന്ന് പറഞ്ഞത്. ഓരോ മാംസ കഷ്ണങ്ങളും ചെത്തി പച്ച മനുഷ്യന്റെ ശരീരത്തിന് എടുക്കുമ്പോഴും അദ്ദേഹം അതിൽ നിന്ന് മാറിയില്ല. പറഞ്ഞ വാക്കെന്താ അറിയോ?
മുഹമ്മദ് നബിയിൽ അവിശ്വസിക്കുന്നത് പോയിട്ട് ആ മുത്തു നേതാവിൻ്റെ കാലിൻ്റെ അടിയിൽ തറച്ചു കയറുന്നൊരു മുള്ളു പോലും എനിക്ക് സഹിക്കില്ലടോ എന്നാണ് അദ്ദേഹം കഴുമരത്തെന്ന് പറഞ്ഞത്. അതാണ് ആദർശം, അതാണ് ഈമാൻ, അല്ലേ? നിങ്ങൾ കേൾക്കണോ? ആ മഹാനായ സഹാബി കരയുന്നതായ അബൂ സുഫിയാൻ കണ്ടപ്പോൾ ചോദിക്കണേ, ആ ഹുബൈബേ, മാനസാന്തരം വന്നുല്ലേ, കരീണ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ ആദർശത്തിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ ഹുബൈബ് പറഞ്ഞെന്താ അറിയോ, ഞാൻ ഈ കരഞ്ഞത് ഒരു മഹാ അനുഗ്രഹം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്. എന്താണ് അത്രയും അനുഗ്രഹം? ഹുബൈബിന് ഒരു 100 ശരീരം റബ്ബ് തന്നില്ലല്ലോ. ഒരു 100 ശരീരം തന്നിരുന്നെങ്കിൽ ഒരു 100 ഷഹീദിന്റെ പദവിയാകില്ലേ എനിക്ക് കിട്ടുക, അതെനിക്ക് കിട്ടിയില്ലല്ലോ. ഈ അത്ഭുതകരമായ ഈമാൻ കണ്ട അസൂയ പൂണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അന്നത്തെ കാഫറായിരുന്ന അബൂ സുഫിയാനും ടീമും. അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം, അന്നത്തെ കഥ ഞാൻ പറയണത്. അതാണ് ഈ സൂറത്ത് ഫത്ഹിൽ അള്ളാഹു പറഞ്ഞത്. ശത്രുക്കളെ വരെ അത്ഭുതപ്പെടുത്തിയ ജീവിതം നയിച്ചവരാണ് നമ്മുടെ റോൾ മോഡലുകളാകേണ്ട ആ സ്വഹാബ കിറാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർ ജനിക്കുന്നതിന്റെ മുന്നേ, എന്തിനേറെ ഇവർക്ക് ഈ ദീൻ പഠിപ്പിച്ചു കൊടുത്ത മുത്തുനബി ജനിക്കുന്നതിന്റെ മുന്നേയുള്ള വേദഗ്രന്ഥങ്ങളിലാണ് ഇവരെ കുറിച്ച്. അപ്പൊ എന്താണ് ഓല പവർ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട്, ഹുബ്ബുസ് സ്വഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബുൻ വബിഖദ്രി അലാഹും യകൂനു സനാഇ ഹും സഫവത്തുർ റഹ്മാനി ജല്ല ജലാലുഹു ഖദ് ഔറസുദ് ദുനിയാ സനൽ അലിയായി. സഹാബികളെ കുറിച്ച് ഇബ്നു ഹജർ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാമുസ് സുന്ന പറയുകയാണ്. എന്താ പറയുന്നത്? ഹുബ്ബുസ് സ്വഹാബത്തി കുല്ലുഹും ലീ മദ്ഹബുൻ, എല്ലാ സ്വഹാബികളെയും സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ ആദർശമാണ്. കാട്ടുകള്ളൻ എന്നാണ് CH മുസ്തഫ പറഞ്ഞത് മഹാനായ മുആവിയെ കുറിച്ച്, അല്ലേ? എങ്കിൽ അവനാണ് കാട്ടുകള്ളൻ. എന്താ ഇസ്ലാമിന്റെ നേതാക്കന്മാര് പറഞ്ഞത്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞെന്താ? സ്വഹാബികളായി ജനിച്ചു മരിച്ചു പോയവർ ആരൊക്കെയുണ്ടോ അവരെ സ്നേഹിക്കൽ എൻ്റെ മദ്ഹബാണ്. അല്ലാതെ ഓലെ കുറ്റം പറയലാണ് എൻ്റെ മദ്ഹബ് എന്നല്ല. ഓലെ വയലൊക്കെ കേൾക്കാൻ മാത്രം മതപ്പതിച്ചു പോയ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഈ CH മുസ്തഫാന്റെ ഒക്കെ ഉണ്ടോ? എങ്കിൽ നമ്മളൊക്കെ ഈ ദുനിയാവില് അത്രത്തോളം മതപ്പതിച്ച വിശ്വാസികളാണ് അതിൻ്റെ അർത്ഥം. ഓൻ്റെയൊക്കെ എന്തൊക്കെ ഒരു ഇൽമ നേടണമെങ്കിലേ പറയാതിരിക്കാൻ വയ്യ. കാരണം സഹാബികളാണ് നമുക്ക് വലുത്, ഓനല്ല. ഓലെ എതിർക്കുന്നവർ നമ്മുടെ ശത്രുവാണ്. ആദർശപരമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് അയാളോട് കുഴപ്പമൊന്നുമില്ല, അല്ലേ? ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നിട്ട് ഇമാം അഹ്മദ് പറയാൻ, അവരിൽ പദവി കൊണ്ട് ഉന്നതരായവരാരാണോ അവർക്ക് പ്രത്യേകം സ്നേഹം എന്റേതുണ്ട്. അത് നമുക്കുണ്ടാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടുള്ള സ്നേഹം ഉമറിനോട് പറ്റൂല. അദ്ദേഹത്തോടുള്ള സ്നേഹം കഴിഞ്ഞിട്ടേ ഉമറിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഉമറിനോടുള്ള സ്നേഹം കഴിഞ്ഞിട്ടേ ഉസ്മാനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് അതേ പറ്റുള്ളൂ. അതാണ് ഇസ്ലാം, അതാണ് ദീൻ. അതാണ് അദ്ദേഹം പറയുന്നത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയാണ്, ഹും സഫ്വത്തുർ റഹ്മാനി ജല്ല ജലാലുഹു, അള്ളാഹുവിൻ്റെ മഹാകാരുണ്യത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാണവർ. അല്ല തിരഞ്ഞെടുത്ത ആൾക്കാർ, അല്ലേ? നമ്മളെന്തൊക്കെ കാര്യങ്ങൾ ലാൻഡ് തിരഞ്ഞെടുക്കും, ഒരു വീട് തിരഞ്ഞെടുക്കും, ഒരു ഇണയെ തിരഞ്ഞെടുക്കും, നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കും, അല്ലേ? എന്നാൽ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രത്യേക വിഭാഗമാണ് ആര്? സ്വഹാബികൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖദ് ഔറസുദ് ദുനിയാ സനൽ അലിയാ, ഈ ദുനിയാവിന് ഉന്നതിയുടെ വലിയ പ്രകാശമാണ് അവർക്ക് പൈതൃകമായി നൽകിയത്. സ്വഹാബികളെ കുറിച്ച് പറയാതെ ഇന്നും ഈ വിശ്വാസികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അത്ര വലിയ ചരിത്രം രചിച്ചവരാകുന്നു അവർ. അതുകൊണ്ടാണ് മറ്റൊരു കവി പറഞ്ഞത്, ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും, നിങ്ങൾക്ക് അവരെ പോലെ ചിലപ്പോൾ ആകാൻ പറ്റില്ല. സിദ്ദീഖ് അക്ബറിനെ പോലെയും ഉമറിനെ പോലെയും മുസ്അബ് ബിൻ ഉമൈറിനെ പോലെയും സയ്യിദ് ബിൻ സഅനയെ പോലെയും സയ്യിദ് ബിൻ സാബിത്തിനെ പോലെയും പ്രഗത്ഭരായ സ്വഹാബികളെ പോലെയും ആകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റൂല. ചിലപ്പോ എന്നല്ല, പറ്റൂല. പക്ഷെ കവി പറയണം എന്താ നിങ്ങള്, ഇന്നത്തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു, എന്നാൽ അവരോട് സാദൃശ്യപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ വിജയമാണ്. ഓലെ പോലെ ആണ്ട, അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നത് തന്നെ വിജയമാണ് എന്ന് പറഞ്ഞു വെച്ചവരാണ് മുൻകാല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇല്ലേ? നോക്കൂ നിങ്ങൾ, 100-ൽ 100 നമുക്ക് പറ്റൂല. പക്ഷേ അവർ നടന്ന വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുക, പറ്റാവുന്നിടത്തോളം ഓലൊക്കെ മാതൃകകളാക്കുക, അല്ലേ? ഇവരിൽ ശ്രദ്ധേയനായ ഒരു സഹാബിയെ കുറിച്ചാണ്
കുറച്ച് സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നു. ഇതാണ് സ്വഹാബികൾ. ഇവരിൽ തന്നെ തിളക്കം കൂടിയ മാറ്റുകൂടിയ നക്ഷത്രപ്രഭയാണ് മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ഖുത്ബ ദിനാകട്ടെ, സമയം വേസ്റ്റ് അല്ല. അത്രത്തോളം വലിയ ചരിത്രം സിദ്ധിച്ച മഹാനായ മനുഷ്യനാണ് ഈ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മഹത്വം പറയാൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അല്ലേ? ഞാനതിൻ്റെ സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞുതരും. ഇദ്ദേഹത്തെക്കുറിച്ച് മഹാനായ നമ്മുടെ മുത്തു നേതാവ് പറഞ്ഞെന്താ അറിയുങ്ങൾ? ഈ ഉമ്മത്തിലെ വിശ്വസ്തനാണ്. നമ്മളാരാ? ഉമ്മത്ത് റസൂലുള്ളാഹിയാണല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിലെ വിശ്വസ്തനാണ് അത്രയാര്? മഹാനായ അബൂ ഉബൈദ അമീനുൽ ഉമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേര്, സ്ഥാനപ്പേരതാണ്. അമീനുൽ ഉമ്മ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്താ ഹബീബിന്റെ പ്രയോഗം എന്നറിയോ? നമ്മുടെ നേതാവിന്റെ പ്രയോഗം എന്താ? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന. എല്ലാ സമൂഹത്തിനും ഓരോ വിശ്വസ്തരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സമൂഹത്തിനും ഓരോ വിശ്വസ്തരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വ ഇന്ന അമീനന അയ്യത്തുഹൽ ഉമ്മ. സമൂഹമേ, എൻ്റെ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്ന് പറയുന്നത് അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഇന്ന് ഈ സഹാബിയെ നിങ്ങൾ കേട്ടു. ഇനി ഇതാ കുറച്ചേരം കൂടി കേൾക്കും. ഇനി മരിക്കോളം, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകോളം ഈ റോൾ മോഡൽ നിങ്ങൾ മറക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത്ര വലിയ മഹാനാണ് അബൂ ഉബൈദ. ഓർത്തു വെക്കാൻ അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. മുഴുവൻ പേരൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അല്ലേ? പ്രഗത്ഭനായ എൻ്റെ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ആരാ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അൽ അമീന കൊടുക്കുന്നത്. വിശ്വസ്തതയുടെ മകിടോദാഹരണം ഒരാൾക്ക് ആ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കുകയാണ്. അതാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അല്ലേ? എത്രത്തോളം എന്നറിയോ? ഇത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, ഇത് ഈ പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് നടത്തുമ്പോൾ മദീനയുടെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണെന്ന്. എന്താണ് അവസ്ഥ എന്നറിയോ? മസ്ജിദുൻ നബവിയിലേക്ക് ആ നാട്ടിലുണ്ടായിരുന്ന ആളുകളും പരിസരവാസികളും ഒക്കെ വല്ലാതെ ഉറ്റുനോക്കുന്നൊരു കാലം. ഒരു പുതിയ സ്ഥാപനം ഒരു പ്രത്യേക സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂലേ? അവിടെ ഒരു പള്ളി വന്നിട്ടുണ്ട്, അവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പുതുസാകുന്ന ആ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ചർച്ചയായിരിക്കും അല്ലേ? അങ്ങനെ ചർച്ച നടക്കുന്നൊരു സമയത്താണ് ഈ ഒരു പ്രയോഗം അള്ളാഹുവിൻ്റെ റസൂൽ കൊടുക്കുന്നത്. അത് എപ്പോഴറിയങ്ങളെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യമൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, നെജ്റാൻ. യമനിലെ ഒരു പ്രദേശമാണ് നെജ്റാൻ. ആ നെജ്റാനിൽ നിന്നുള്ള കുറച്ച് ആളുകൾ മദീനയിലേക്ക് വന്ന സമയം അവരാരായിരുന്നു എന്നറിയോ? നസ്വാറ നെജ്റാൻ എന്നാണ് ചരിത്രത്തിലുള്ളത്. നെജ്റാനിലെ ക്രിസ്ത്യാനികളാണ്. നെജ്റാനിലെ ക്രിസ്ത്യാനികൾ എവിടെ വരികയാണ്? മസ്ജിദുൻ നബവി കൊള്ളുന്ന ത്വയ്ബയുടെ മണ്ണിൽ മദീനയിലേക്ക് വരികയാണ്. അവർ വലിയൊരു സംഘമാണ്. അവരുടെ സംഘത്തിന്റെ കൂട്ടത്തിൽ അൽ ആഖിബുണ്ട്, അസയ്യിദുണ്ട്, അങ്ങനെ പല കാറ്റഗറികൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഒരു ടീമിന്റെ നേതാക്കന്മാരുടെ പേരാണ്, വ്യക്തികളുടെ പേരല്ല, കൈകാര്യം ചെയ്യുന്ന പദവികളുടെ പേരാണ്. ആഖിബ് എന്ന് പറഞ്ഞാൽ അവരിൽ അവസാനത്തവൻ, അസയ്യിദ് എന്ന് പറഞ്ഞാൽ അവരിൽ ഉന്നതനായ നേതാവ്. അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഓല കൂട്ടത്തിൽ. ഓലക്കുണ്ട്. ഒരു മദീനയിൽ കുറച്ചു ദിവസം തങ്ങുകയാണ്. ആ തങ്ങിയ സമയത്ത് അള്ളാഹിന്റെ റസൂലിനെ കണ്ടിട്ട് അവർ വർത്താനം പറയുന്നുണ്ട്. നെജ്റാനിലെ ഈ വഫദ്, ഈ സംഘം എന്താ പറഞ്ഞറിയോ? റസൂലുള്ളാഹി പറഞ്ഞത്, ഖുർആനും സുന്നത്തും കൃത്യമായി അറിയുന്ന ഒരാളെ ദീന് പഠിപ്പിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വിട്ടുതരാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. സഹാബികളെ കുറിച്ച് അറിഞ്ഞപ്പോൾ, റസൂലുള്ളാഹിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്താണ്? ഖുർആനും സുന്നത്തും കൃത്യമായി അറിയുന്ന, അത് വ്യക്തമായി സരളമായി പറഞ്ഞു തരുന്ന ഒരാളെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു തരണം. അപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? തീർച്ചയായും വിശ്വസ്തനായ, യഥാർത്ഥ വിശ്വസ്തനായ ഒരാളെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും പറഞ്ഞേക്കുന്നത്. ഇതാര് കേൾക്കേണ്ട നിങ്ങള്? മറ്റു സ്വഹാബികൾ കേൾക്കുന്നുണ്ട്. ആ സ്വഹാബികൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ വ്യക്തി ഞാനായിരുന്നെങ്കിൽ, ആ പറഞ്ഞയക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ, ആ വിശ്വസ്തൻ ഞാനായിരുന്നെങ്കിൽ. നമ്മളാലോചിക്കുക അല്ലേ? ദഅവത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കാൻ നിന്നാലേ നമുക്ക് കൂട്ടത്തുനിന്നൊരു സെക്രട്ടറിനെ വേണമല്ലോ പറഞ്ഞാലേ പടച്ചോനെ എന്നെ ആക്കല്ലേ എന്നാണ് പലരും മനസ്സിലാഗ്രഹിക്കുക. എന്നെ ആരും കാണല്ലേ, ഞാനിവിടുന്ന് മെല്ലെ കിടപ്പോ പുറത്തുകണം മൂത്രയിക്കാൻ പോയാലോ എന്നൊക്കെ വരെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ സഹാബികൾ എന്താ വിചാരിച്ച്?
ഞാനായിരുന്നെങ്കിൽ. എവിടേക്ക്? നാടും വീടും വിട്ട് യമനിലെ നജറാൻ എന്ന് പറയുന്ന കുഗ്രാമത്തിലേക്ക് ദീന് പഠിപ്പിക്കാൻ പോകാൻ നബി എന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ അതുപോലെ മനസ്സെവിടെ? നമ്മുടെ മനസ്സെവിടെ? അതാ പറഞ്ഞത്. അവർ ഒരു മുദ്ദ് ചെലവഴിച്ച സ്വതക്ക. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ഈ രണ്ട് കൈയും കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് അതിന് എന്തെങ്കിലും സാധനം വാരി എത്ര കിട്ടുക, അതാണ് ഒരു മുദ്ദ്. അവർ അത്ര മുദ്ദ് സ്വതക്ക കൊടുത്തിട്ടുണ്ടോ? ആ മുദ്ദ് സ്വതക്ക കൊടുത്തത് നിങ്ങൾ ഉഹുദ് മലയോടെ സ്വർണം ചെലവഴിച്ചാലും ആ മുദ്ദിന്റെ അവിടേക്ക് എത്തൂല എന്ന് പഠിപ്പിക്കപ്പെട്ട ഈമാനിന്റെ ദറജകളാണ് സഹാബാക്കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ സഹാബികളുടെ മനസ്സിതാണ്. അല്ലാഹ് പറയാണ്, ഞാൻ അന്നത്തെ കാലത്തുള്ള മനുഷ്യ ഹൃദയങ്ങളിലേക്കൊന്ന് നോക്കി, അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞ തിളങ്ങുന്ന ഹൃദയം ഇവരുടേതായിരുന്നു. സഹോദരങ്ങൾ, ആ സഹാബികൾ എന്താ ആഗ്രഹിച്ചത്? അത് ഞാനായിരുന്നെങ്കിൽ. അവസാനം റസൂലുള്ളാഹി ചോദിക്കണേ, ഐന അബാ ഉബൈദ് എന്നാ ചോദിച്ചത്. എവിടെയാണ് അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്? സഹാബികൾ ആഗ്രഹിച്ചു നിൽക്കുന്ന ആ പദവി ഒരാളെ നബി അനൗൺസ് ചെയ്യണം. എവിടെയാണ് അബൂ ഉബൈദ? എവിടെയാണ്? അങ്ങനെ അബൂ ഉബൈദയെയാണത്രേ മഹാനായ റസൂലുള്ളാഹി എങ്ങോട്ട് പറഞ്ഞയച്ചത്? നജറാനിലേക്ക് പറഞ്ഞയച്ചത്. അതൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വങ്ങളാണ്, അദാലത്തുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? നോക്കൂ നിങ്ങൾ, ആമിർ ഇബ്നു ജറാഹ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അബൂ ഉബൈദ അദ്ദേഹത്തിന്റെ കുനിയത്താണ്. ഉബൈദ് എന്ന് പറയുന്ന മകന്റെ ഉപ്പയായതുകൊണ്ടാണ് അബാ ഉബൈദ് അല്ലെങ്കിൽ അബൂ ഉബൈദ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആമിർ ഇബ്നു ജറാഹ് എന്നാണ്. ചരിത്രത്തിൽ കാണാം, ഇദ്ദേഹത്തിന്റെ പ്രപിതാക്കളിൽ ഒരാളാണ് ഹാരിസ്. വല്യപ്പമാരിൽപ്പെട്ട ഒരാളാണ്. ഇടങ്ങടെ എണ്ണിപ്പോയാൽ കുറച്ചൊക്കെ എത്തിയാൽ 8-9 എത്തുമ്പോൾ ഹാരിസ് എന്ന് പറയുന്ന ഒരു വല്യപ്പുണ്ടാർക്ക് നമ്മുടെ കഥാപാത്രമായ അബൂ ഉബൈദക്ക്. ഈ ഹാരിസ് ആര മകനാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ 11ാമത്തെ വല്യപ്പയായ ഫിഹ്റിന്റെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11ാമത്തെ വല്യപ്പയായ ഫിഹ്ർ. കേട്ടില്ല നമ്മളിങ്ങനെ ഉപ്പാന്റെ നബിയുടെ ഉപ്പപ്പമാരെ പേരിങ്ങനെ മദ്രസന്ന് പഠിച്ചിട്ടുണ്ടാവും. അതിൽ 11ാമത്തെ ആളാണ് ഫിഹ്ർ. ആ ഫിഹ്റിന്റെ മക്കളിൽപ്പെട്ട ഒരാളാണ് ഹാരിസ്. ആ ഹാരിസിന്റെ മകനാണ് ആര്? അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയില്ല. അപ്പൊ നബിന്റെ ആരായിട്ട് വരും? നബിന്റെ കുടുംബക്കാരനാണ്, ഖുറൈശിയാണ്. മാത്രമല്ല പ്രവാചകന്റെ വല്യപ്പമാരിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ പ്രവാചകന്റെ വേണ്ടപ്പെട്ട കുടുംബക്കാരൻ കൂടിയാണ് അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞത് അഹദു സാബിഖീന ഇലൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്ന പേര് വായിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കണേ. അഹദു സാബിഖൂനൽ അവ്വലൂൻ അടിച്ചാൽ നിങ്ങൾക്ക് 1ാമത്തെ പേര് കാണുക അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരാണ്. അത് കഴിഞ്ഞാൽ ഖദീജയുടെ പേരാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അലിയുടെ പേര് കാണാം, പ്രഗത്ഭരായ സഹാബികൾ കാണാം. അതിൽ ആദ്യം ഇസ്ലാമിലേക്ക് വന്നവർ അതിൽപ്പെട്ട ഒരാളാണ് അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്. പിന്നെ വന്നതല്ല, ആദ്യം വന്നത്. അപ്പൊ എല്ലാം കൊണ്ടും തിളക്കമാർജിക്കപ്പെട്ടൊരു സഹാബിയാണ്. എത്രത്തോളം എന്നറിയോ? ഒന്നുകൂടി മനസ്സിലാണ് കോലത്ത് പറഞ്ഞുതരാം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ദഅവത്ത് തുടങ്ങിയത് എവിടെയാണ്? ദാറുൽ അർഖമിലാണ്. അർഖം ഇബ്നു അബിൽ അർഖം എന്ന 18 വയസ്സുകാരന്റെ വീട് സഫാ കുന്നിന്റെ കുറച്ച് അകലെയായിരുന്നു. അന്ന് ദീന് റസൂലുള്ളാഹിക്ക് പ്രവാചകത്വം കിട്ടിയിട്ട് ദഅവത്ത് തുടങ്ങുന്ന കാലത്ത് എങ്ങനെ ഈ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ള ശക്തമായ ആലോചനയിൽ പ്രവാചകന്റെ മുന്നിൽ വന്ന് പറഞ്ഞതാണ്, നബിയെ, എൻ്റെ വീട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എങ്ങനത്തെ കാലാണെന്ന് മക്കാന്നറിയങ്ങള്? മുസ്ലിമാണെന്ന് പറഞ്ഞാൽ കൊല്ലുന്ന കാലത്ത് വീട് വിട്ടുകൊടുത്ത സഹാബിയാണ് മഹാനായ അർഖം റളിയല്ലാഹു അൻഹു. ആ അർഖം റളിയല്ലാഹുവിന്റെ വീട്ടിൽ നബി 3 കൊല്ലാണത്രേ രഹസ്യ പ്രബോധനം നടത്തിയത്. 3 കൊല്ലം അർഖമിന്റെ വീട്ടിൽ മാത്രം. ആ അർഖമിന്റെ വീട്ടിൽ നിന്ന് നബി സമ്പാദിച്ചത് 30 സ്വഹാബികളെയാണ്. ഈ അർഖം റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ദഅവത്ത് തുടങ്ങുന്നതിന്റെ മുന്നേ നബിയിൽ വിശ്വസിച്ച ആളാണ്. അർഖമിന്റെ വീട്ടിലും ദഅവത്ത് തുടങ്ങുന്നതിന്റെ മുന്നേ നബിയിൽ വിശ്വസിച്ച പ്രഗത്ഭനാണ്. അറിഞ്ഞോ നമ്മൾ ഈ അബൂ ഉബൈദയെ? അല്ലേ? എത്രയോ രാഷ്ട്രീയക്കാരുടെ പേരുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഫുട്ബോൾ കൊണ്ട് മാന്ത്രികം കാണിക്കുന്ന ടീമുകളുടെ, അവരുടെ കുടുംബക്കാരുടെ, അവരുടെ ജീവിത രീതികളെ, അവരുടെ ടീമിലെ കളിക്കാരുടെ, അവരുടെ ആ വേൾഡ് കപ്പിന്റെ ചർച്ചകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാടുകളിൽ. എല്ലാം നമ്മുടെ മക്കൾക്കറിയാം, നമ്മുടെ സമൂഹത്തിനറിയാം. പക്ഷെ ഇവരെ നമ്മൾ അറിഞ്ഞോ? ഇവരെ നമ്മൾ മനസ്സിലാക്കിയോ? ഇവരെ കൂടെ കൂടിയാൽ നമുക്ക് ലാഭമുണ്ട്. എന്ത് ലാഭം? സാമ്പത്തിക ലാഭമല്ല, സ്വർഗമാകുന്ന ലാഭം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം. വിശ്വാസികളെ,
കച്ചവടമാകുന്ന യഥാർത്ഥ കച്ചവടം എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിലകൊള്ളലാണ്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്. കിട്ടുന്ന ലാഭം എന്താണ്? തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, ജ്വലിക്കുന്ന നരകത്തിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. സൂറത്ത് സഫിൽ അള്ളാഹു പറഞ്ഞ ആയത്താണ്. ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു അതിൽ നിന്ന് നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയോ അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്താ അറിയങ്ങള്? സ്വാഹിബുൽ ഹിജറത്തൈൻ എന്നാണ്. അമീനുൽ ഉമ്മ നിങ്ങൾ കേട്ടില്ലേ? മറ്റൊരു പേരാണ് സ്വാഹിബുൽ ഹിജറത്തൈൻ. ഇദ്ദേഹം ഒറ്റക്കല്ല, പല സഹാബികളുണ്ട്. 2 നാടുകളിലേക്ക് ഹിജറ പോയവർ എന്നാ അതിന്റെ അർത്ഥം. ഒന്ന് ഹബിഷയിലേക്കാണ്. ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ ഹിജറ പോയത് നജ്ജാഷിയുടെ നാട്ടിലേക്കാണ്, ഹബിഷയിലേക്കാണ്, അബീസീനയിലേക്കാണ്. രണ്ടാമത് ഹിജറ പോയ നാടാണ് മദീന. ഈ 2 നാട്ടിക്ക് ഹിജറ പോയ കൂടുതലൊന്നും സഹാബികളില്ല, കുറച്ചുള്ളൂ. അതിൽ പ്രഗത്ഭനാണ് സ്വാഹിബുൽ ഹിജറത്തൈൻ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനാണ് മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്. അല്ലേ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പേരെ എണ്ണുമ്പോ ഫി ജന്നത്തിൽ ഖുൽദി റിളവാനുൽ ലി അഹ്മദിനാ വഫിൽ ജിനാനി റിജാലുൻ ഖദ് നമല്ലഫറു അതീഖുഹും വഉമറുൽ ഫാറൂഖ് ബഅദഹുമാ ഉസ്മാനു സമ്മ അലിയുൻ ഖദ് ഖദൽ വതറു വതൽഹത്തും വഇബ്നു ഔഫിൻ വസ്സുബൈറു മഅൻ വസഅദുൻ വസഈദുൻ വഅബാ ഉബൈദൻ നമീറു. സ്വർഗത്തിലേക്ക് പോയ 10 സഹാബികളെ കുറിച്ചുള്ള പാട്ട. ഇതിൽ ഒന്നാമതുള്ള ആളാരാ നിങ്ങൾ? അതീഖ് എന്നാണ്. അതീഖ് ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു പേരാണ് അതീഖ് എന്നുള്ളത്. ആ പേരാണ് കവി പ്രയോഗിച്ചത്. ഈ 10 പേരെ ഉണ്ടും നമ്മുടെ ലാസ്റ്റ് വരി എന്താ പറഞ്ഞത്? വസഅദുൻ സഈദുൻ വഅബാ ഉബൈദൻ നമീർ എന്ന് പറഞ്ഞു. സ്വർഗത്തേക്ക് പോയ 10 പേരിൽ ഒരാളാണ് ആര്? അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. അല്ലേ? മാത്രമല്ല ഇദ്ദേഹം അറിയപ്പെടുന്ന ഷഹീദ് ഷാഹിദും മഷ്ഹൂദ് എന്നൊക്കെയാണ്. അള്ളാഹിന്റെ റസൂൽ ഏതൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം പ്രവാചകന്റെ കവചമായി എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാനായ സഹാബിയാണ് മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്. ഒരിക്കൽ കഅബയുടെ പരിസരത്ത് വെച്ച് നീതിമാനായ ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തമന്നൗ, കൂടെയുള്ള സഹാബികളോട് തമന്നൗ. തമന്നൗ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന് വിളിച്ചു പറഞ്ഞാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയൂ. എല്ലാവരും ആഗ്രഹങ്ങൾ പറഞ്ഞു, ഓരോ ആളുകളും ആഗ്രഹങ്ങൾ പറഞ്ഞു. ഉമർ പറയുകയാണ്, തമന്നി, എന്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയുന്നു. ലാകിന്നി അതമന്നാ ബൈതം മംലൂഅൻ റിജാല മിസ്ല അബീ ഉബൈദ ബിനുൽ ജറാഹ്. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു വീടുണ്ടാകണമെന്നാണ്. എങ്ങനെയുള്ള വീടാണെന്നറിയുമോ? അതിൽ നിറയെ ആളുകൾ വേണം. എങ്ങനെയുള്ള ആളുകളാണെന്നറിയുമോ? അബൂ ഉബൈദയെ പോലെയുള്ള നിറയെ ആളുകൾ വേണം. അങ്ങനത്തെ ഒരു വീട് എനിക്ക് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആരാ പറയണറിയോ? ഇസ്ലാമിലെ സ്വർഗത്തേക്ക് പോണ 2ാം റാങ്കുകാരനാ പറയണ. എനിക്കൊരു വീട് വേണം, അതിൽ നിറച്ച ആളുകൾ വേണം, അതൊക്കെ അബൂ ഉബൈദമാരാകണം എന്നാഗ്രഹിച്ചു മഹാനായ ഉമർ. അപ്പൊ എന്താണെന്ന് ആലോചിച്ചു നിങ്ങൾ. മാത്രല്ല ഈ ബോണ്ട് എന്നൊക്കെ പറയില്ല നമ്മള്, അബൂ ഉബൈദയും ഉമറും തമ്മിലുള്ള ചരിത്രം കണ്ണു നനയാതെ വായിച്ചു തീർക്കാൻ അത്രമേൽ ചരിത്രങ്ങളാണ് അവർ 2 പേരും തമ്മിലുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു റോൾ മോഡലാക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് അബൂ ഉബൈദ. എത്രത്തോളം നിങ്ങൾക്ക് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറായി ഖലീഫയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഷാം എന്ന് പറയുന്ന ഇന്നത്തെ സിറിയ, അന്ന് ഒരുപാട് ജോർദാൻ പോലെയുള്ള നാടുകളൊക്കെ അന്ന് സിറിയയിൽ പെടും. ഇന്നത് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ സിറിയ അത്ര വലുതല്ല, അന്നത്തെ ഷാം, അന്നത്തെ സിറിയ വലുതാണ്. ആ സിറിയയിലെ ഗവർണറായി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചത് ആരെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ അബൂ ഉബൈദയാണ്. അന്ന് 2 പ്രാവശ്യമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയത്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കാൻ, പാതിരിമാരിൽ നിന്ന്, ക്രിസ്ത്യൻ പാതിരിമാരിൽ നിന്ന് അതിൻ്റെ ആധാരം കൈപ്പറ്റാൻ. യുദ്ധത്തിലൂടെയല്ല അന്നത് പിടിച്ചെടുത്തത്. 2ാമത് പോയത് അബൂ ഉബൈദയെ കാണാൻ. മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കഴിയൂല. ശക്തമായ ചൂടും സഹിച്ച് ഒട്ടകപ്പുറത്ത് ഖലീഫ പോയിട്ട് അബൂ ഉബൈദയെ കാണല്ല. ഐന അബാ ഉബൈദ്, ആൾക്കാരോട് ചോദിക്കണം എവിടെ നിങ്ങളെ ഗവർണർ. അവസാനം തെരഞ്ഞപ്പോ അബൂ ഉബൈദയെ കണ്ടുമുട്ടി.
അബൂ ഉബൈദയെ കണ്ടുമുട്ടിയപ്പോൾ സലാം പറഞ്ഞ് പുഞ്ചിരി തൂക്കിയവർ ചേർത്ത് പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയിന ബൈതുക്, എവിടെയാണ് നിങ്ങളുടെ വീട്, എവിടെയാണെന്ന്. വീട് എവിടെയിട്ട് വരെ നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിലെത്തിയ സമയത്ത് ഗവർണറുടെ വീട് കണ്ട് കണ്ണു നിറഞ്ഞു പോയി. കാരണം ഉമർ റളിയല്ലാഹു അൻഹു നിവർന്ന് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു കൊച്ചു കൂരയാണ്. ആ കൂരയുടെ ഉള്ളിൽ മടങ്ങിയിട്ടാണ് അത്ര ഉമർ നിന്നത്. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലേ, അയിന മഖഅദുക്, ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലേ എന്ന്. ഇത്ര ചെറിയ വീടാണ്, ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു വീട്. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എങ്ങനെയൊക്കെ ഇരുന്നിട്ട് അഇന്ദക തുആമു ളയ്യിഫ്നി, കഴിക്കാൻ വല്ല ഭക്ഷണവും ഉണ്ടോ എന്ന് വിശപ്പ് സഹിക്കുന്ന ഖലീഫ ചോദിച്ചപ്പോൾ കൊണ്ടുവന്നൊരു പഴയ മരപ്പെട്ടിയിൽ നിന്ന് എന്തോ പേപ്പറിൽ നിന്നൊരു സാധനം എടുത്തപ്പോൾ എന്നോ പകുതി തിന്നു തീർത്തൊരു ഉണക്ക റൊട്ടി, അത് ഹാർഡായിട്ടാണ്, കട്ടിയായിട്ടാണ്. അത് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതേ എൻ്റെ വീട്ടിലുള്ളൂ എന്ന്. ആരാ പറയണത്? സിറിയ എന്ന് പറയുന്ന വലിയ ദേശത്തിൻ്റെ ഗവർണറാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് എണീറ്റ് നിന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ലാഹ് അഗയ്യറതനു ദുനിയ കുല്ലനാ യാ അബാ ഉബൈദ്, അബൂ ഉബൈദ, ദുനിയാവ് വഞ്ചിച്ചവരിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടല്ലോ എന്നാണ്. ദുനിയാവ് വഞ്ചിച്ചവരിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടല്ലോ. ഇത്രമേൽ ജീവിതത്തിന്റെ വിഷയത്തിൽ സുഹൃതും അള്ളാഹുവിനെ ഭയപ്പെടുകയും സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പച്ചക്ക് കോപ്പിയടിക്കാൻ പറ്റിയ ഒരു മഹാചരിത്ര പുരുഷനാണ് കൂട്ടരെ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് എന്ന് പറയുന്ന സ്വർഗാവകാശി. അതുകൊണ്ട് ഈ മഹാന്മാരായ നമ്മൾ സഹാബികളെ നമ്മൾ അറിയാതെ പോയ അദ്ദേഹം വഫാത്താകുന്നപ്പോഴേക്ക് ഷഹീദായിട്ടാണ് മരിക്കണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം, നബിയുടെ വഫാത്തിന് ശേഷം ആരാണ് ഈ ഉമ്മത്തിന്റെ നേതാവായി ഇഞ്ഞ് വരിക എന്നുള്ളത്, അല്ലേ? അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ സഹാബികൾ ചർച്ചയ്ക്ക് വേണ്ടി മീറ്റിംഗ് കൂടിയപ്പോൾ സ്വഹാബികളിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയോ, അടുത്ത ഖലീഫയാകാൻ ഏറ്റവും അർഹൻ ഇതാ ഈ ഇരിക്കുന്ന അബൂ ഉബൈദയാണെന്ന്. ആരാ പറയണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഉബൈദയാണ് പറഞ്ഞത്, ഞാനല്ല അർഹൻ, നിങ്ങളാണ് എന്ന്. അവസാനം അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ടാണ് ആ സ്ഥാനം ഒഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത്. ഇപ്പൊ നബിയുടെ കാലം കഴിഞ്ഞപ്പോൾ അടുത്ത ഖലീഫ അബൂബക്കർ തന്റെ സ്ഥാനത്തിന്റെ മേലെ വരാൻ മാത്രം പ്രഗത്ഭനായ സഹാബിയായിരുന്നു അബൂ ഉബൈദ. ഷ്യാം എന്ന് പറയുന്ന രാജ്യത്ത് അന്ന് ഗവർണറായി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജീവിക്കുന്ന നാളുകളിലാണ് അവിടെ ഒരു പകർച്ചവ്യാധി അംവാസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഷ്യാമില്. പ്രവാചകന്റെ പ്രവചനം പുലർന്ന നാടാണ്. എങ്ങനെയുള്ള പ്രവചനം? അന്ത്യനാളിന്റെ മുന്നോടിയായി ഒരു പകർച്ചവ്യാധി വരും. അന്ന് ചെമ്മരിയാടുകൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഒറ്റ ശരീരം പോലെ ചത്തൊടുങ്ങുന്നത് പോലെ ആ രോഗത്തിൽ, ആ പകർച്ചവ്യാധിയിൽ അന്നത്തെ ആളുകൾ മരിച്ചു തീരുന്നൊരു കാലം. അത് നടന്നത് അബൂ ഉബൈദ ഗവർണറായ കാലത്താണ്. 36,000-ഓളം ആളുകൾ അന്ന് ആ നാട്ടിലുണ്ടായിരുന്നതാണ്. ആ ആളുകളിൽ 6,000 പേരൊഴികെ എല്ലാവരും ഈ ത്വാഊൻ എന്ന് പറയുന്ന പകർച്ചവ്യാധി രോഗത്തിൽ, നമ്മുടെ നാട്ടിൽ കൊറോണ എന്നൊക്കെ ഉണ്ടല്ലോ, അന്ന് അതിൻ്റെ മറ്റൊരു സൈസാണത് ത്വാഊൻ. ആ ഒരു പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടു എന്നാണ്. 30,000-ഓളം ആൾക്കാരും മരിച്ചു. അതിൽ ബാക്കിയായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് അബൂ ഉബൈദ. അബൂ ഉബൈദയുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വണ്ടി കയറി ഉമർ റളിയല്ലാഹു അൻഹു ആ നാട്ടിലേക്ക്. എന്നിട്ട് ആ പകർച്ചവ്യാധിയുള്ള നാട്ടിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. പക്ഷേ ഒരു മലന്റെ മേലെ കയറിയിട്ട് അബൂ ഉബൈദയെ അങ്ങോട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ മദീനയിലേക്ക് വരണം, നിങ്ങൾ ഈ രോഗത്തിൽ പെടാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെല്ലുക, എനിക്ക് ഇവിടുന്ന് പോരാൻ കഴിയില്ല, ഈ നാട്ടുകാരെ വിട്ടു പോരാൻ എനിക്ക് കഴിയില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിരാശനായി മടങ്ങി. കത്തെഴുതി ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും വരാൻ പറഞ്ഞു. അബൂ ഉബൈദ പറഞ്ഞെന്താണെന്നറിയോ, ഈ നാട്ടുകാരുടെ കൂടെ ഞാനുണ്ടാവും മരണം വരെ. അതിന് രോഗത്തിൽ മരിക്കേണ്ടി വന്നാലും അല്ലാതെ മരിക്കേണ്ടി വന്നാലും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു പകർച്ചവ്യാധി നാട്ടിലേക്ക് വന്നാൽ, ആ പകർച്ചവ്യാധി അനുഭവിച്ച് മരിക്കേണ്ടി വന്നാൽ അവൻ്റെ ഷഹീദിൻ്റെ പദവിയുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ മരിക്കുകയാണോ, അത് എൻ്റെ ഷഹാദത്തിന് സാക്ഷിയാകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് കിട്ടിയ വാർത്ത എന്താണെന്നറിയോ, അബൂ ഉബൈദ മരണപ്പെട്ടു ഈ രോഗബാധിതനായി എന്ന്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു കരച്ചിൽ കണ്ട് സ്വഹാബികൾക്ക് കരച്ചിൽ വന്നതാണ്. അത്രമേൽ ചരിത്രം സൃഷ്ടിച്ച മഹാനായ സഹാബിയാണ് അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്. ഇവരെ നമ്മൾ അറിയണം, പഠിക്കണം. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് സഹാബികൾ കഴിഞ്ഞുപോയി. ഇവരിൽ പ്രഗത്ഭരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഇവരെയൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും നേരത്തെ കവി പറഞ്ഞതുപോലെ
100-ൽ 100 പറ്റൂല. ഓല് നടന്ന വഴികളിൽ, ഓല് നടന്ന ഊടുവഴികളിൽ, ഓല് നടന്ന കാൽപാദങ്ങൾ പിൻപറ്റി മുന്നോട്ട് പോകാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക. സ്വർഗം നമ്മൾക്ക് കണ്ടെത്താം, ഒരു സംശയവും അത് വിഷയത്തിൽ വേണ്ടതില്ല. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് എൻ്റെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ചില ആളുകളുടെ 1-2 സംശയങ്ങളാണ് മറ്റുള്ള ആളുകൾക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ചില ആളുകൾക്ക് ഇപ്പോഴും സംശയത്തിൻ്റെ മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒറ്റ ഒളു കൊണ്ട് തന്നെ പല ഇബാദത്തുകളൊക്കെ നിർവഹിക്കാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിക്കണ്ടായി. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി എടുത്ത ഒളുവാണ്, അതുകൊണ്ട് പിന്നെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ആ ഒളു തന്നെ മതിയോ? ഇനിയിപ്പോൾ ഹറമിലൊക്കെ ആണെങ്കിൽ ത്വാഫ് ചെയ്യാൻ ആ ഒളു മതിയോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അല്ലേ? അതിൽ ഇസ്ലാമികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റ ഒളു കൊണ്ട് അത് നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എടുത്തതാണെങ്കിലും ഇനി ഹറമിലാണെങ്കിൽ ത്വാഫ് ചെയ്യാൻ വേണ്ടി എടുത്തതാണെങ്കിലും ഒരു ഒളു കൊണ്ട് എത്ര ഇബാദത്തുകളും അത് നഷ്ടപ്പെടുവോളം നമുക്ക് നിർവഹിക്കാമെന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുള്ളത്, ഉസ്താദേ ഈ ഒളു എടുക്കുന്ന അവയവങ്ങളിൽ ഈ പ്ലാസ്റ്ററുകളും മറ്റൊക്കെ ഉണ്ടാകാറുണ്ട്, അപ്പം ഞങ്ങൾ എങ്ങനെ ഒളു എടുക്കണം? ഇപ്പം അടുത്ത് വരെ നമ്മളോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. ഈ പ്ലാസ്റ്ററുകളൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ ഒളു എടുക്കാൻ പറ്റിയ അവയവങ്ങൾ ഏതാണോ അത് വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് കഴിയാവുന്നിടത്തോളം ചെയ്യാം. ഒറ്റ കയ്യുമേ കാലുമേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റ അവയവത്തിൽ അല്പം മുറി ഉണ്ടാവുള്ളൂ, ആ മുറിയില്ലാത്ത അവയവങ്ങൾ വൃത്തിയായിട്ട് ഒളു ചെയ്യുക. എവിടെയാണോ പ്ലാസ്റ്ററും ബാൻഡേജും ഉള്ളത് അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ തോണ്ടിയാൽ പോരാ, പിന്നെയോ പറ്റാവുന്നിടത്തോളം അതിൻ്റെ സൈഡിൽ കൂടി അടിയിലൊക്കെ എന്ത് ചെയ്യണം, തടവേണ്ടതുണ്ട്. ചില ആളുകൾ വിചാരിച്ച് മേലെ ഇങ്ങനെ തോണ്ടിയാൽ മതി എന്നാണ്, അത് പോരാ, തടവിയാൽ മതി എന്നാണ്. മുകളിൽ തടവാൻ അനുവദിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്, യാത്രക്കാരായ ആളുകൾ ഷോക്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒളുവോട് കൂടിയാണ് ആ ഷോക്സ് ഹുഫ് ധരിച്ചിട്ടുള്ളതെങ്കിൽ ഒളു എടുക്കുമ്പോൾ മറ്റവയവങ്ങൾ കഴുകി ഷൂസും സോക്സും ഊരാതെ അതിൻ്റെ മേലെ കൂടി തടവിയാൽ മതി. സ്വന്തം നാട്ടുകാരാണെങ്കിൽ ഒരു ദിവസം അവർക്ക് അതിന് ഇളവുണ്ട്. വിദേശിയാണോ അന്യ നാട്ടുകാരാണോ അവർക്ക് 3 രാപ്പകലുകൾ അതിൽ ഇളവുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. അപ്പം അതിന് മേലെ ഇങ്ങനെ തടവിയാൽ മതി. പക്ഷേ ബാൻഡേജുമ്പോൾ തടവേണ്ട, അങ്ങനെയല്ല, അത് താഴെ മേലേക്ക് എന്ത് ചെയ്യണം, തടവണം. ഈ 2 സംശയങ്ങൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊരു സംശയമായി ചോദിച്ചൊരു കാര്യം എന്താണെന്ന് പറയുന്നത്, ഈ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് തസ്ബീഹ് മാലയും അതുപോലെയുള്ള മെഷീനുകളും മോതിരൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? പ്രമാണബദ്ധമായി അതിനെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, സലഫി ഉലമാക്കൾ പ്രത്യേകം ആ വിഷയത്തിൽ ഇടപെട്ട് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, തസ്ബീഹ് മാലകൾ ദിക്റ് ചൊല്ലാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ചില ആളുകൾ ഹജ്ജും വരെ കഴിഞ്ഞ് വരുമ്പോൾ കാണാം ഒരു കെട്ട് തസ്ബീഹ് മാല ഇട്ട് വരുന്നത്, എന്നാ ഇത് അനിയത്തിക്ക്, ഇത് ഏട്ടത്തിക്ക്, അല്ലെ, വലിയ സേവനമായിട്ട് വിതരണം ചെയ്യണ കാണാം. സഹോദരങ്ങളെ, അത് ബിദ്അത്തിന്റെ പ്രവണതയാണ്. കാരണം റസൂലുള്ളാഹിന്റെ ദിക്റ് ചെല്ലുന്ന രൂപം എന്താണെന്നറിയോ? കൈ വിരലുകൾ കൊണ്ടാണ്. അതും ഇടത് വിരലുകൾ കൊണ്ടും ആകാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ട്, വലത് വിരലുകൾ കൊണ്ട് 33 എന്നുള്ള എണ്ണം പിടിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് അല്ലാത്ത എണ്ണം പിടിക്കണോ അധികം, അതും വിരലുകൾ കൊണ്ടാവുക. കാരണം നിങ്ങളുടെ കൈകൾ സാക്ഷി പറയുന്നൊരു ലോകം വരാനുണ്ട്. അന്ന് ഇവിടെ സാക്ഷി പറയാൻ ഈ കൈകൾക്ക് അത് ഉണ്ടാകണം എന്നാണ് പഠിപ്പിച്ചത്, അല്ലേ? അപ്പൊ ചില ആളുകൾ ചോദിക്കുന്ന കാര്യം, നബിന്റെ കാലത്ത് ഈ മാല സംവിധാനം ഒന്നുമില്ല. ആരാ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് ഈത്തപ്പഴക്കുരുകളുണ്ട്, അത് മിനുക്കിക്കൊണ്ട് പല മാലകളും സംവിധാനങ്ങളൊക്കെ അന്നും ഉണ്ടാക്കിയിരുന്നു. തിളങ്ങുന്ന കല്ലുകളുണ്ടായിരുന്നു, അതുകൊണ്ട് മാലകൾ ഉണ്ടാക്കിയവരുണ്ടായിരുന്നു. എന്നിട്ട് പോലും റസൂലുള്ള എന്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല? അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ വിഷയത്തിലുള്ള ഈ ദിക്റ് ഉപകരണങ്ങൾ, അത് ചൊല്ലാനുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്യുക, അതുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കൈകൾ കൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ള സുന്നത്ത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടത്. എന്ത് ചില ആളുകളുടെ ഒരു സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, അത് വിശ്വാസമാകട്ടെ കർമ്മപരമായ കാര്യങ്ങളാകട്ടെ, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ ഇബാദത്തുകൾ നിർവഹിക്കാനുമുള്ള ഈമാനും കരുത്തും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. മാനുഷികമായി നമ്മിലൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ ഒരുപാട് വീഴ്ചകളുണ്ട്. ഇത്തരത്തിലുള്ള നന്മകളുടെ സദസ്സുകളിൽ, ഇബാദത്തിൻ്റെ സദസ്സുകളിൽ വന്നിരുന്നാൽ അതെല്ലാം
അള്ളാഹുവിൻ്റെ മറ്റു ജീവജാലങ്ങളടക്കം നമുക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടി, മലായികത്തുകൾ തേടി റഹ്മാനായ റബ്ബ് പുറത്തു തരുന്ന ഭാഗ്യവാന്മാരാണ് ഈ മസ്ജിദിലിരിക്കുന്ന നമ്മളെല്ലാവരും. ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് തന്നെ റഹ്മാനും റഹീമുമായ ഗഫാറായ ഗാഫിറായ തവ്വാബായ റബ്ബ് നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾക്ക് വിട്ടുപുറത്ത് അവൻ നമ്മെ സംസ്കരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമുണ്ട്. അടുത്ത കാലത്തും വിദൂരകാലത്തുമായൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ നാറടി മണ്ണിൽ അവരുടെ അമലുകളുമായി അമർന്നു കഴിഞ്ഞവരാണ്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രോഗാതുരമായ അവസ്ഥ കൊണ്ട് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ ആളുകളെയും പ്രത്യേകം എടുത്തു പറയുന്നില്ല. ആരൊക്കെയാണോ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാത്ത ആളുകളുമുണ്ട്. ഒരുപാട് ആളുകൾ ശാരീരികമായ വിഷമതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആരൊക്കെയുണ്ട് എല്ലാവർക്കും ഷാഫിയായ റബ്ബ് പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും റഹ്മാനും റഹീമായ റബ്ബ് നമ്മെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ഫിത്തനകളുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളും നമ്മുടെ കുടുംബവും മക്കളും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ ഈമാൻ കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് നമ്മളെല്ലാവരും. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളോട് സ്നേഹം പുലർത്തുവാനും അതിനാത്മാർത്ഥമായി നിർവഹിക്കുവാനും നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷത്തോടുകൂടി അമലുകളുടെ ലിസ്റ്റിൽ അതെല്ലാം കാണിച്ചു തരുവാനും സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സാമ്പത്തികമായി ഒരുപാട് കടബാധ്യതകളിൽ അകപ്പെട്ട് സങ്കടം പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളാൽ ചെറുതും വലുതുമായ രൂപത്തിൽ അധ്വാനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പ്രവാസികളുണ്ട്, നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, കച്ചവടക്കാരുണ്ട്. ഒരുപാട് ജോലി സംബന്ധമായ മേഖലകളിൽ ജീവിച്ചു പോകുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ജോലിയിലും അതിലൂടെ നമുക്ക് കിട്ടുന്ന സമ്പത്തിലുമൊക്കെ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.